എൻ്റെ പേര് പ്രതീഷ് എന്നാണ്. ഉറക്കെ പറഞ്ഞു കേട്ടോ. അവിടെ നോക്കിയിട്ട് ആൾക്കാർ നോക്കിയിട്ട് ഉറക്കെ പറഞ്ഞു. എൻ്റെ പേര് പ്രതീഷ് എന്നാണ്. ഞാൻ ലിങ്കൺഷെയറിൽ സ്ലീഫോർഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. ഞാൻ ഒരു മെൻ്റൽ ഹെൽത്ത് ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ഒരു ദിവസം കഴിഞ്ഞ സെക്കൻഡ് സാറ്റർഡേ പ്രയറിന് വരുന്നുണ്ടോയെന്ന് ചോദിച്ചു ബോസ്റ്റണിലുള്ള നൈസ് ചേച്ചിയും റിജി ബ്രദറും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ പറയുന്നത് 14-ാം തീയതി ആണ് ഞങ്ങൾക്ക് അവിടെ ഹോസ്പിറ്റലൊരു പേഷ്യൻ്റ് കുറവായിരുന്നു. പേഷ്യൻ്റ് കുറവായതിനു ശേഷം അവർ പെട്ടെന്നൊരു മീറ്റിംഗ് കൂടുകയും ഞങ്ങൾക്ക് കുറച്ച് ആൾക്കാർക്ക് ലേ ഓഫ് തരികയും ചെയ്തു. അപ്പോൾ ലേ ഓഫിൽ അറിയാലോ, നമുക്ക് ഡ്യൂട്ടിയുള്ള ദിവസം 38 പൗണ്ട് അത്ര വെച്ച് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ വേറെ ജോലി കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യാൻ പറഞ്ഞു. അല്ലാതെ ഒരു പോസിറ്റീവായിട്ട് ഒന്നും പറയുന്നില്ല. അപ്പം നൈസ് ചേച്ചിങ്ങനെ വിളിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞു, ചേച്ചി ഇന്നപോലെ. അപ്പോൾ ചേച്ചി പറഞ്ഞ പ്രതീക്ഷ ഒത്തിരിയായി ഞാൻ പറയുന്നതല്ലേ, സെക്കൻഡ് സാറ്റർഡേ ഒന്ന് ബൈബിൾ കൺവെൻഷനിലൊക്കെ ഒന്ന് കൂടേണ്ടതല്ലായിരുന്നു. കാര്യം പറഞ്ഞാൽ ഒത്തിരി നാളായിട്ട് ചേച്ചി പറയുന്നതായിരുന്നു, നമ്മൾ പല തടസ്സങ്ങളും, ഒന്നുകിൽ ജോലി ഉണ്ടാവും, അല്ലെങ്കിൽ 3 ദിവസത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന നമ്മൾ കുറച്ച് സമയം ഉറങ്ങിക്കോട്ടെ നേരത്തെ ചിലപ്പോൾ ഉറങ്ങുമായിരിക്കും. അങ്ങനെയൊക്കെ നമുക്ക് വരാവുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും വരാൻ വന്നില്ല. അതാണ് വാസ്തവം. ചുരുക്കി പറഞ്ഞു. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അവരുടെ റേച്ചാൻ്റെ വീട്ടിൽ ബോസ്റ്റണിൽ ഞാൻ പോയി. അവർ പ്രാർത്ഥിച്ചു. എന്നോട് അതുകൂടാതെ എനിക്ക് 26-ാം തീയതി ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഞാൻ സ്കഗനസിൽ പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് ദൈവനാമത്തിൻ്റെ ശക്തി എന്നുള്ള ബുക്ക് തന്നു. യേശുനാമത്തിൻ്റെ ശക്തി എന്നുള്ള ബുക്ക് തന്നു. എന്നോട് പറഞ്ഞു, നമ്മൾ ഡ്രൈവിംഗ് പുറകിൽ സീറ്റിൽ തുറന്ന് വെച്ച് ടെസ്റ്റിൻ്റെ സമയത്ത് തുറന്ന് വെക്കാൻ പറഞ്ഞു. ഞാൻ ടെസ്റ്റിന് പോയി. അന്ന് ഭയങ്കര മഴയും കാര്യങ്ങളായിരുന്നു. എനിക്ക് കിട്ടുന്നൊരു ഉറപ്പുമില്ലായിരുന്നു. ദൈവാധീനം കൊണ്ട് ഞാൻ ടെസ്റ്റ് പാസ്സായി. പുസ്തകം ഞാൻ തുറന്ന് വെച്ചേക്കുമായിരുന്നു. അത് കഴിഞ്ഞ് വന്നു. ഞാൻ പല ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഇതുപോലെ തന്നെ എനിക്ക് നോട്ടിംഗ്ഹാമിൽ നിന്നൊരു ഇൻ്റർവ്യൂ ശരിയായി. ഞാനിവിടെ കഴിഞ്ഞ ശനിയാഴ്ച സെക്കൻഡ് സാറ്റർഡേ വരുന്നതിന് തലേ ദിവസമാണ് എന്നെ ലേ ഓഫ് കഴിഞ്ഞ് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്തു ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത്. അതുകൂടാതെ ഞാനിവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇവിടെ സെക്കൻഡ് സാറ്റർഡേ ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ ഫാമിലിയായിട്ട് വന്ന് പ്രാർത്ഥിച്ചു. പോയി 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് പുതിയ സ്ഥലത്ത് COS വന്നു. അതും 3 വർഷത്തെ COS. പലയിടത്തും അന്വേഷിച്ചെങ്കിൽ ആ സമയത്ത് ഞങ്ങൾ ട്രൈ ചെയ്തിരുന്നു. എല്ലാവരും ഒത്തിരിയേറെ പൈസയാണ് ചോദിച്ചുകൊണ്ടിരുന്നത് പുതിയ COSന്. ഓൾറെഡി COS ഉണ്ടെങ്കിലും ജോലി സെക്യൂർ അല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ വേറെ ജോലി അന്വേഷിച്ചുകൊണ്ടിരുന്നത്. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 27-ാമത്തെ വചനം. ഏശയ്യായുടെ പുസ്തകം 10-ാം അധ്യായം 27-ാമത്തെ വചനം. എല്ലാവരും വചന സ്ക്രീനിൽ കാണുമ്പോൾ ഉറക്കെ വായിച്ചോ. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 27-ാമത്തെ വചനം ഉറക്കെന്ന് വായിച്ചേ. അന്ന് അവന്റെ ഭാരം തോളിൽ നിന്ന് നീങ്ങുകയും നിന്റെ കഴുത്തിലുള്ള നുകം തകർക്കപ്പെടുകയും ചെയ്യും. ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ. പല കുടുംബങ്ങളും വ്യക്തികളും ഇതുപോലെയുള്ള നുകങ്ങൾ, ഭാരങ്ങൾ വെച്ചുകൊണ്ട് ജീവിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കും. ജോലിപരമായിട്ട് കഷ്ടപ്പെടുന്നവരുണ്ട്, പലതരത്തിലുള്ള കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നുണ്ട്. നമുക്ക് 2 കരങ്ങളും ദൈവത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് 2 കരങ്ങളും ദൈവത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങളിലെ ജോലിമേലുള്ള ദുരിതങ്ങൾ, ദുഃഖങ്ങൾ, പീഡകൾ, കർത്താവെ, വിസ്താപരമായിട്ടുള്ള തടസ്സങ്ങൾ, ബന്ധനങ്ങൾ കർത്താവെ എടുത്തു മാറ്റണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവെ പ്രാർത്ഥിക്കുന്നു, കർത്താവെ വിസ്താപരമായിട്ട് തടസ്സം വരുന്ന എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുനാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. ഭാരങ്ങൾ കർത്താവ് എടുത്തു മാറ്റട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ ഭാരങ്ങൾ എടുത്തു മാറ്റപ്പെടട്ടെ. ജോലിപരമായിട്ട് സാമ്പത്തികപരമായിട്ട് കഷ്ടപ്പെടുന്ന കുടുംബങ്ങളിലേക്ക് യേശുക്രിസ്തുവിന്റെ കൃപ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. കരങ്ങൾ അടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്ത് പാടി.